So, good evening, sir. First of all, let us address the elephant in the room, GS3 module. Even brilliant students score very less in GS3. Why is it that? GS3 ജനറലി യു പി എസ് സിയുടെ മാർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഒരു ലോവർ മാർക്കിംഗ് പേപ്പർ ആണ്. അതിന് ഒരുപാട് അനാലിസിസ് പറയുന്നുണ്ട്, അതായത് എന്തുകൊണ്ട് ഇതാവുന്നു എന്നുള്ളത്. ഫസ്റ്റ്ലി വാട്ട് ഐ ഹാവ് നോട്ടഡ് ഇസ് ദി കൈൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി വിത്തിൻ ദി പേപ്പർ. ഡൈവേഴ്സിറ്റി വിത്തിൻ ദ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം സബ്ജക്ട്സ് ഉള്ള വേറെ പേപ്പർ ഇല്ല. എക്കണോമി, അതുപോലെ തന്നെ അതിനുശേഷം എക്കണോമിയുടെ അകത്ത് തന്നെ ഇനീഷ്യലി ദർ ഇസ് എ ബേസിക് ജനറൽ എക്കണോമി ഉണ്ട്, അതിനുശേഷം അഗ്രികൾച്ചർ ഉണ്ട്, അഗ്രികൾച്ചറിന്റെ ഒപ്പം തന്നെ ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പഠിക്കാനുണ്ട്. ഓവർ ദെൻ സയൻസ് ഉണ്ട്, എൻവിറോൺമെന്റ് ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട്, ലാസ്റ്റ് ഇന്റേണൽ സെക്യൂരിറ്റി ഉണ്ട്. സോ ദ കൈൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി വിത്തിൻ ദ പേപ്പർ തന്നെ എന്താണ്, ഹൈ ആണ്. രണ്ട്, ദ കൈൻഡ് ഓഫ് അനാലിസിസ് റിക്വയർ. ചില സമയത്ത് പ്രിറ്റി മച്ച് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെടാം. ഗവൺമെന്റ് 2021 WHO എയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ് 2005 2021 മാറ്റണം. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റഡി നന്നായി ഫോളോ ചെയ്ത് വന്ന ഒരാൾക്കായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, ഫോളോ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ 2021 ഒരു ഓർമ്മയുണ്ട്, S400 ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്താണുള്ളത്, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എന്താണുള്ളത്. അല്ലെങ്കിൽ കഴിഞ്ഞോണെ പഞ്ചാമൃത് ഗോൾസ് എങ്ങനെയാണ് എവോൾവ് ആയിട്ട്. സോ കൈൻഡ് ഓഫ് സ്പെസിഫിസിറ്റി വൺ ഹാസ് ടു ഗിവ് ഇൻ ടു ദാറ്റ് പേപ്പർ എന്തായിരിക്കാം, എന്താണ് അതർ ദാൻ ദാറ്റ് അതർ. ലൈക്ക് ഫോർ എക്സാമ്പിൾ GS1 അകത്തോ 2 അകത്തോ, ഫ്രം മൈ പേഴ്സണൽ അനാലിസിസ് വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് 1 2 ഇടുന്ന ഒരു എഫേർട്ട് പലപ്പോഴും നമ്മൾ എന്തിൽ ഇടാറില്ല, 3 ഇടാറില്ല. സോ കമൻസറേറ്റ് ആയിട്ടുള്ള ഒരു മാർക്കിംഗ് ആയിരിക്കണം എന്ത് ചെയ്യണം വന്നത്. 1 ജസ്റ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഇൻ 2 പാർട്സ്. അതായത് 1 ലോ മാർക്കിംഗ് ആണ് ജനറലി UPSC ഉപയോഗപ്പെടുന്നത്. A decent score would be like around 90 marks, and then the high score would be around 100 to 105. Okay. So one shall always try to score 90 to 100. അതാണ് അതിന്റെ ഒരു ഐഡിയൽ റേഞ്ച് ആയിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതിന് ഞാൻ മാം ചോദിച്ചൊരു ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പ്രിലിംസിനാണെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിക്കുന്ന ഏരിയാസ് എവിടെയാണ് കൂടുതലായിട്ടുള്ളത്, മെയിൻലി നമ്മുടെ GS1 GS2 കമ്പാരിറ്റീവ്ലി GS3 മെയിൻസ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള. ഇപ്പൊ എക്കണോമി ആണെങ്കിൽ തന്നെ അഗ്രികൾച്ചറിന്റെ ആ ലെവലൊന്നും പ്രിലിംസിന് പഠിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഡൗൺഫോൾ എന്ത് ചെയ്യാറുണ്ട്, ജനറലി വരാറുണ്ട്. അതാണ് അതിന്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ആൻസർ. ദെൻ സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു ലെവൽ ഓഫ് എഫേർട്ട് എന്ത് വരാറുണ്ട്, ജനറലി അതിലൊരു കുറവ് വരാറുണ്ട്. അതാണ് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ. Then is GS3 a make or break paper, like rank deciding paper? Is it like that? പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു 2023 എഴുതുമ്പോഴത്തേക്കും എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടെ എഴുതുന്നുണ്ട്. ഫ്രണ്ട്സ് കൂടെ എഴുതുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ one of my friends, he scored actually exceptionally well in GS3. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബാക്കി എല്ലാ മാർക്സും ഓൾമോസ്റ്റ് ദ സെയിം ആണ്, essay ഇതുപോലെ തന്നെ. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, യെസ്, ദോ വേരിയേഷൻ വൈസ് ഇപ്പൊ essay എത്തിക്സ് പോലെ അത്ര ഒരു വേരിയേഷൻ ഇല്ലെങ്കിൽ ഒരു 10-20 മാർക്സ് നമുക്കറിയാം മെയിൻസ് എക്സാമിനേഷന് 10-20 മാർക്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു വേരിയേഷൻ ആണ്. ഇറ്റ്സ് ആക്ച്വലി സോ ഇൻ എ വേ നോട്ട് ആസ് മച്ച് ആസ് എ മേക്ക് ഓർ ബ്രേക്ക് ആസ് ലൈക്ക് എൻ essay or ethics. But definitely from the point of view of the GS ഒരു make or break paper ആണ്. കാരണം more or less you write a decent paper for GS1 GS2. GS3 proper ആയിട്ട് എഴുതിയില്ലെങ്കിൽ maybe you can have a downfall of almost 20 marks, which is actually a make or break when it comes to the GS papers. But not as is എത്ര പോലെ നമ്മുടെ ഓപ്ഷണൽ പോലെയോ എത്തിക്സ് പോലെയോ essay പോലെ അത്ര ഒരു വേരിയബിൾ ഫാക്ടർ അല്ല, but still it's a variable factor. So how do we handle agriculture and economics in GS3 in our module? ആദ്യം നമ്മൾ അതിന്റെ സിലബസിനെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കണം. സിലബസ് ഐ ഡോണ്ട് നോ വിച്ച് ക്വാളിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര എലാബറേറ്റീവ് ആയിട്ടുള്ള സിലബസ് എഴുതിയിട്ടുള്ളത് അഗ്രികൾച്ചറിനാണ്. ഈച്ച് ആൻഡ് എവറിത്തിങ് ഹാസ് ബീൻ പോയിന്റഡ് ഔട്ട്. ലാൻഡ് റിഫോംസ്, മേജർ ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺസ്, പിന്നെ ഇറിഗേഷൻ സിസ്റ്റംസ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട്, മാർക്കറ്റിംഗ്, MSP, ഇൻഡയറക്ട് സബ്സിഡീസ്, ഇ ടെക്നോളജി, PDS, complete syllabus has to be explicitly given. Okay, so that's one of the advantage of agriculture. So each part has to be studied in its manner. For land reforms ആണെങ്കിൽ you need to know 2 things. എന്താണ്, ഇതുവരെ നമ്മളെടുത്ത ലാൻഡ് റിഫോംസ് ഏതൊക്കെയാണ്, അതിന്റെ ഇമ്പാക്ട് എന്താണ്. ഓക്കെ, അതായത് പണ്ട് നമ്മൾ 1950s എടുത്ത ലാൻഡ് റിഫോംസ്, എടുത്ത അബോളിഷൻ ഓഫ് ജമീന്ദാരി, അതുപോലെ തന്നെ ടെനൻസി റിഫോംസ്, ലാൻഡ് സീലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട്, കോപ്പറേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ എഫക്ട്, ഇമ്പാക്ട് എന്താണ്, അതെന്താണ് ഇതിലേക്ക് എത്തിയെന്ന്, എങ്ങനെയൊക്കെയാണ് പരിണമിച്ചത് എന്നുള്ളത് അറിയണം. ആൻഡ് ഓൾസോ ദ സെക്കൻഡ് ഡയമെൻഷൻ യു ലേൺ ഇസ് എന്താണ് ഇനിയുള്ള ലാൻഡ് റിഫോംസ് 2.0.
ലാൻഡ് റിഫോംസ് 2.0 നമുക്കറിയാം കൺക്ലൂസീവ് ലാൻഡ് ടൈറ്റിലിംഗ്, ലാൻഡ് പൂളിംഗ്, അതുപോലെ ഒരുപാട് ലാൻഡ് റെക്കോർഡ് മാനേജ്മെന്റ്സ്, അതുപോലത്തെ 2.0 ഈ 2 ഡയമെൻഷനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതേപോലെ നിന്നാണ് കിട്ടാച്ചെങ്കിൽ യു അനലൈസ് ദ PYQs, യു അണ്ടർസ്റ്റാൻഡ് ലാൻഡ് റിഫോംസ് 2.0 ഉണ്ട്, ലാൻഡ് റിഫോംസ് 1.0 ഉണ്ട്, പിന്നെ കുറച്ച് ലോസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. സോ ഐ വുഡ് റാദർ സേ ഹൗ ടു പ്രിപ്പയർ, get through the syllabus. There is a lot of micro listing. Okay, micro listing എടുക്കുമ്പോഴത്തേക്ക് യു ഗെറ്റ് ദാറ്റ് സിലബസ് ഡിവൈഡഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള ടോപ്പിക് എന്ത് ചെയ്യുക പ്രിപ്പയർ. നമ്മളും അതുപോലെ തന്നെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. വൺ ക്യാൻ ഡു ഇറ്റ് ഓൾസോ വൺ ബൈ വൺ, ബട്ട് ഒരു എഫേർട്ട് ഉണ്ട്. Obviously, you have to update it along with it. Budget ആണെങ്കിലും economics ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. So we do it for them, and then they can do it in an easy manner, study it in an easy manner. Sir, as an experienced mentor, what would be your advice for a repeater who's confused? Okay. എക്സ്പീരിയൻസ് മെന്റർ ആണെന്ന് അറിയില്ല മാം, പക്ഷെ സ്റ്റിൽ എന്താണ്, വി ഹവ് ഗോൺ ത്രൂ ദി പ്രോസസ്. ഓക്കെ, സ്റ്റിൽ ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ദർ ഈസ് എ വെരി എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് മെന്റർ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവുന്ന അറിയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ വർഷത്തെ പ്രിലിംസ് അപ്പൊ എക്സ്പീരിയൻസ് മെന്റർ ചിലപ്പോ എഴുതിയിട്ടുണ്ടെങ്കിൽ, സോ ഐ ഡോണ്ട് കോൾ മൈസെൽഫ് ആസ് എൻ എക്സ്പീരിയൻസ് മെന്റർ ഓർ എനിത്തിങ്. ഓക്കെ, ബട്ട് എന്താണ്, ആസ് എ പേഴ്സൺ ഹു ഹാസ് ഗോൺ ത്രൂ ദിസ് എക്സാമിനേഷൻ ഫോർ ദ പാസ്റ്റ് 4 or 5 years, ഹൗ ടു ക്രാക്ക് ദിസ് എന്നല്ലേ നമ്മൾ ചോദിച്ചത്. അതൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് റിപ്പീറ്റർ എന്നാണ്. വൺ ക്യാൻ എന്താണ് ടേക്ക് ഓൺ ദി സിലബസ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ, ടേക്ക് ഓൺ സിലബസ്, ഇറ്റ്സ് എക്സ്പ്ലിസിറ്റ്ലി ഗിവൻ. ആ സിലബസിന്റെ അകത്ത് എന്ത് ചെയ്യുക, അതിനെ ഓരോന്ന് ഡിവൈഡ് ചെയ്യാം. മേജർ ക്രോപ്പിംഗ് പാറ്റേൺസ് ആണെങ്കിൽ ഒറ്റ ഡയമെൻഷനെ ചോദിച്ചിട്ടുള്ളൂ, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇപ്പോഴത്തെ ക്രോപ്പിംഗ് പാറ്റേണിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അപ്പൊ അത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, റൈസും വീറ്റും ആണ് 40% ഇത് ചെയ്യുന്നത്. സോ റൈസും വീറ്റായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പിന്നെ റെയിൻബോ റെവല്യൂഷൻ എങ്ങനെ, റെയിൻബോ റെവല്യൂഷൻ പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രോപ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ടോപ്പിക്കിനും അതിന്റെ ഒരു ഫ്ലോ ഉണ്ട്. ആ ഡയമെൻഷൻസ് പിക്ക് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വെൻ ഇറ്റ് കംസ് ടു, ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചറിലേക്ക് മാത്രം സ്റ്റിക്ക് ചെയ്തൊന്നും വേണ്ട. അതായത് നമ്മളിപ്പോൾ സയൻസ് എടുത്തെന്ന് വിചാരിച്ചു, സിലബസ് വെരി ക്ലിയർ. സിലബസ് ആക്ച്വലി നമ്മൾ എന്താണ്, ഏതൊക്കെ ഫീൽഡിലുള്ള നോളജാ വേണ്ടതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. IT, കമ്പ്യൂട്ടേഴ്സ്, ബയോടെക്നോളജി, നാനോ ടെക്നോളജി, റോബോട്ടിക്സ്. എന്നിട്ട് എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നത്. തൊട്ട് മുകളിലേക്ക് നോക്കിയാൽ മതി, എന്താണ് അച്ചീവ്മെന്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ ഇറ്റ്. സോ നാച്ചുറലി അതുകൊണ്ടാണ് ISRO പോലുള്ള ഇനീഷ്യേറ്റീവ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആവും. മനസ്സിലായി, അച്ചീവ്മെന്റ്സ് ഇൻ സ്പേസ് ബൈ ഇന്ത്യൻസ്. പിന്നെ ഇൻഡിജിനൈസേഷൻ വേണോ, അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മളോട് ഡിഫൻസിന് ഇൻഡിജിനൈസേഷന്റെ കാര്യങ്ങൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ AI എവറിഡേ ആപ്ലിക്കേഷൻ ചോദിക്കാൻ കാരണം ഫസ്റ്റ് പാർട്ട് എന്താണ്, എവറിഡേ ആപ്പ്. അപ്പം സയൻസിന്റെ കേസിൽ യു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, which all fields have to be prepared is directly given. Okay, UPSC has itself prescribed. I think along with that you will just only prepare defense. ആ ഫീൽഡുകൾ മൂന്നാമത്തെ ലൈനിൽ സയൻസിന്റെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ആ ലൈനിന്റെ 3 ഡയമെൻഷൻസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്ന്, എന്തൊക്കെയാണ് അതിൽ ഇൻഡിജിനൈസേഷൻ പോസിബിലിറ്റി ഉള്ളത്. 2, എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സ് ഓഫ് ഇന്ത്യൻസ്. 3, അതിന്റെ എവറിഡേ ലൈഫ് പാറ്റേൺ. അത് നമ്മൾ സിലബസ് തന്നെ ഡീകോഡ് ചെയ്തിരിക്കണം. സിലബസിനെ റൈറ്റ് ആയിട്ട് വായിക്കുന്നതും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. സോ വൺ ഹാസ് ടു എന്താണ് ബ്രേക്ക് ഡൗൺ ദിസ് തിങ്സ് ആൻഡ് ദെൻ വർക്ക് ഔട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. So what is the importance of diagrams in GS3? See, diagrams are important, but more or less, GS3 യുടെ അകത്ത് എനിക്ക് ഒരു യൂണീക് പോയിന്റ് എപ്പോഴും കാണിക്കാനുള്ളത്, we write a lot of points. Okay. If I am to ask, ഒരു റാൻഡം ക്വസ്റ്റ്യൻ ആണ് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് വെൽത്ത് കോൺസെൻട്രേഷൻ ഇന്ത്യയുടെ അകത്തുള്ള, അല്ലെങ്കിൽ ഇൻകം ഡിസ്പാരിറ്റി എന്തുകൊണ്ടാണ് ഉള്ളത്? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെറുതെ എഴുതി പോവാം, എന്താണ് വർക്ക്, ജോലി കുറവാണ്, ജോബ്ലെസ് ഗ്രോത്ത്, എംപ്ലോയ്മെന്റ്, അങ്ങനെ വെറുതെ. റാദർ ഐ വുഡ് ഓൾസോ ഓൾവേസ് ടെൽ, എന്താണ്, ഗിവ് എൻ അനാലിസിസ്. അപ്പൊ നമ്മൾ ആ അനാലിസിസ് എങ്ങനെ കൊടുക്കാം? അപ്പൊ ഒന്ന്, ഇത് എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്, എന്തുകൊണ്ടാണ് ഇൻകം ഇനിക്വാലിറ്റി ഉള്ളത്? എന്തുകൊണ്ടാണ് ഇൻകം ഇനിക്വാലിറ്റി ഉള്ളത്? ബിക്കോസ് സ്ട്രക്ചറലി വെൽത്ത് ഇനിക്വാലിറ്റി ഉണ്ട്. വെൽത്ത് കോൺസെൻട്രേറ്റ് കൊണ്ടാണ് നീ എത്ര, ഇപ്പം ഒരു വെൽത്തും ഇല്ലാത്ത, അതായത് വെൽത്ത് ഇല്ലാത്ത ആള് എത്ര ശ്രമിച്ചാലും ഇൻകം എന്തായിരിക്കും, കുറവായിരിക്കും. സോ വെൽത്ത് ഡിസ്പാരിറ്റിയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ഇൻകം ഡിസ്പാരിറ്റി ഉണ്ടാവും. സോ ദാറ്റ്സ് ആക്ച്വലി ദി സോഴ്സ് കോസ്. ദെൻ ദർ ആർ സ്ട്രക്ചറൽ കോസസ്. സ്ട്രക്ചറൽ കോസസ് എന്തൊക്കെയാണ് നോക്ക്. വുമൺ, we know that women LFPR is almost 33% as far as I remember. അതായത് 66% ലേബർ ഫോഴ്സിലുള്ള വുമൺ ഇപ്പോഴും എന്ത് ചെയ്യാണ്, വെറുതെ ഇരിക്കുകയാണ്. ദാറ്റ്സ് ആക്ച്വലി റിലേറ്റഡ് ടു പെട്രിയാർക്കി. സോ സ്ട്രക്ചറൽ കോസ്. ഇൻഫോർമലൈസേഷൻ, മനസ്സിലായി. അപ്പൊ സ്ട്രക്ചറലി നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരിക. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ എന്താണ്, ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാവും. ഓക്കെ, സോ ട്രൈ ടു ഗിവ് എൻ അനാലിസിസ്. ഏത്, ഈ പറയുന്ന ഓരോരോ ആൻസേഴ്സിലും. ദാറ്റ്സ് ആക്ച്വലി ഐ തിങ്ക് something one step ahead, ഒരു jackpot type, to give a better answer in GS3. Otherwise, when I would check a paper,
ഇഫ് ഐ ആം ടു ചെക്ക് എ പേപ്പർ, ഞാൻ വാല്യൂ ചെയ്യുന്ന ഒരുപാട് പോയിന്റ്സിന്റെ ഇടയ്ക്ക് ഇപ്പൊ 10-11 പോയിന്റ് എഴുതിയില്ലെങ്കിൽ ഒരു 4-5 പോയിന്റ് ആണ് ഒരു ഡയമെൻഷനിൽ കൊടുക്കുന്നതെങ്കിൽ അതിനൊരു തോട്ട് ഉണ്ടെങ്കിൽ അതിനൊരു Okay. അനലിറ്റിക്കൽ ആംഗിൾ ഉണ്ടെങ്കിൽ ഐ വുഡ് ആക്ച്വലി വാല്യൂ ദാറ്റ് മോർ. സോ ദാറ്റ്സ് വൺ തിങ് ഐ ഒബ്സർവ്. ഞാൻ ചില ആൻസേഴ്സിന് അത് എപ്പോഴും എഴുതാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ആൻസേഴ്സിനും ഒബ്വിയസ്ലി പറ്റില്ല. ബട്ട് ദാറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു അവർ പ്രിപ്പറേഷൻ ഓൾസോ. നമ്മൾ Okay. പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്നുള്ളതാണ്, സ്ട്രക്ചറലി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലുള്ള ഇന്റർണൽ സെക്യൂരിറ്റി പോലുള്ള വിഷയങ്ങൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ അഡ്രസ്സിംഗ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കുന്നതിന് മുമ്പ് നൈസ് ആയിട്ട് എന്ത് പഠിക്കുക, ജോഗ്രഫി പഠിക്കുക. കാരണം യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡിസാസ്റ്റർ until why did it happen. Yes. മനസ്സിലായി. സോ ദർ ഇസ് എ ലോജിക്കൽ സീക്വൻസ് ഓൾവേസ്. കാരണം നമുക്കത് സ്കിപ്പ് ചെയ്ത് ഞാൻ പറയുന്നത് ഇപ്പോൾ എക്സാമിന് അടുത്ത ആഴ്ച കയറാൻ പോകുന്ന മെയിൻസ് ആൾ പറഞ്ഞ ഒരാളല്ല. മെയിൻസിന് അടുത്ത ആഴ്ച കയറുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, ഒരു മെറ്റീരിയൽ പിക്ക് ചെയ്യുക, ഒരു 10-15 പോയിന്റ് ഓരോന്ന് പഠിച്ചു പോകാൻ. ടേക്കിംഗ് എ ലോങ് ടേം. How do you prepare it holistically? You finish the geography, you understand how disasters have happened. Then you obviously in disaster management, you have a standard framework. Okay. എന്താണ് framework? നമ്മുടെ standard framework. Pre-disaster, during disaster, and after disaster. Okay? You prepare this specifically for every disaster, like half a page note for almost disaster. You'll have a 10-page note for every other disaster, including the new age disasters. For example, stampede. Okay. New age എന്ന് പറഞ്ഞുകൂടെ ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരുപാട് കൂടുന്നുണ്ട്. Stampede, we can expect a stampede question. അപ്പോൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ it more or less help out. With regard to security, I always understand a syllabus correct മനസ്സിലാക്കണം. So first thing they always address is linkage of development with extremism. Okay. So for any extremism in this world, you trace down ഒരു കാരണം എന്തായിരിക്കും, എക്സ്ട്രീമിസം ആയിരിക്കും. ഓക്കെ, സോ ഏതൊരു ഇന്റർണൽ സെക്യൂരിറ്റി ഇഷ്യൂ ചോദിച്ചാലും ഫസ്റ്റ് നമുക്ക് എങ്ങോട്ട് പോയിന്റ് ഔട്ട് ചെയ്യാം, ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, സെക്കൻഡ്, there would be a state actor and a non-state actor externally. So basically അവിടെ തന്നെ എനിക്ക് രണ്ടാമത്തെ പോയിന്റ് ആയി. ഏതാണ്? ഇപ്പൊ കശ്മീർ ആണെങ്കിൽ what state actor would you tell? പാകിസ്ഥാൻ. നോൺ സ്റ്റേറ്റ് ആക്ടർ ആണ് ജയ്ഷെ മുഹമ്മദ്. ലക്സലിസം ആണെങ്കിൽ നമ്മൾ എന്ത് സ്റ്റേറ്റ് ആക്ടർ പറയും? മേ ബി ചൈനീസ് ഇൻഫ്ലുവൻസ് or Chinese proxy groups. So any insurgency or any extremism you take, there will be a state actor and non-state actor. Okay. And the third line you come, you have the medium they are using. ഏതാണ്? കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മീഡിയ, ഓക്കെ, സൈബർ സെക്യൂരിറ്റി, അതെല്ലാം അവർ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. So you get a point from there. Okay. നാലാമത്തെ point is obviously money laundering. In any disaster, any internal security issue, there is money laundering. Okay. അഞ്ചാമത്തെ you could probably tell linkage with the organized crimes. So like അവിടെയുള്ള പുറത്തുള്ള ഗ്രൂപ്പ്സിനൊക്കെ എന്തുണ്ടാവും, ഇവിടുത്തെ ഗ്രൂപ്പുകളായിട്ട് എന്തുണ്ടാവും, ലിങ്കേജ്. സോ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് ടെററിസം. സോ സിലബസിന്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എനി ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂ യു ജനറേറ്റ് ഫ്രം ദ പോയിന്റ്സ് ഫ്രം ദ സെയിം. Okay, and in any internal security issue you'll have way ahead in the formula, security forces in the formula, various security mandates and there. So properly understanding the syllabus in a delicate manner so that you can rearrange the points, shuffle the points is very important. Having said so, നമ്മൾ evergreen themes നല്ല സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിലൊക്കെ ശരിക്കും നമുക്കൊരു നല്ല അനാലിസിസ് ഉണ്ടാവുക എന്നുള്ള നോർത്ത് ഈസ്റ്റ് ഇൻസർജൻസി, JNK മിലിറ്റൻസി, ഇതൊന്നും കോംപ്രമൈസബിൾ അല്ല. യു പ്രിപ്പയർഡ്. ഇപ്പൊ സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അതേവൈസ് മണി ലോണ്ടറിംഗ് ആയിട്ട് യു പ്രിപ്പയർഡ് വിത്ത് ഇറ്റ്. ക്വസ്റ്റ്യൻ കംസ് യു പുട്ട് ഇൻ. കാരണം അഗൈൻ ദ ബെനിഫിറ്റ് ഇസ് ദാറ്റ് സിലബസ് എന്താണ് നല്ലോണം ഡിഫൈൻ. അന്ന് എന്നിരുന്നാൽ പോലും ദർ മൈറ്റ് ബി ഇയേഴ്സ് ഇൻ വിച്ച് ക്വസ്റ്റ്യൻസ് കം ഇൻ എ ഡിഫറെന്റ് മാനർ. ഇൻ എ ഡിഫറെന്റ് മാനർ എന്ന് പറയുമ്പോഴത്തേക്കും ഐ റിമെമ്പർ an organization, money laundering ആയിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷന്റെ ഐ തിങ്ക് ഇൻ 2021-2022 ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ, നോ മണി ഫോർ ടെറർ കൺവെൻഷന്റെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യം. ഓക്കെ, യു കാൻ ഡു എനിത്തിങ്, ഓൾ യു കൻ ഡു ഇസ് ബ്ലഫ്. ഓക്കെ, ബ്ലഫ് വിത്തിൻ ദി ഇന്റർണൽ സെക്യൂരിറ്റി. സോ വാട്ട് യു ഡു, യു റൈറ്റ് an average answer. But when an evergreen, for last year there was left wing extremism. Last week for sure it was asked. നമുക്ക് ഷുവർ ആയിരുന്നു എന്ത് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ചോദിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് 2026 ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു നീക്കുന്നു പറഞ്ഞു. സോ evergreen themes should be addressed in a very good manner, and the rest topics you just have to address. And here internal security particularly, what I've seen is reading newspapers has become very important. Okay, to pick the right theme. And here all നമുക്ക് ഭയങ്കര predictable 4 ക്വസ്റ്റ്യനേ വരുള്ളൂ, 9, 10, അതുപോലെ തന്നെ 19, 20. You have to give a very decent for 3 questions, and 1 question will be obviously tough. Leave it എന്ന് വെച്ചാൽ give it an average answer. I think that is what you have to follow for internal security risk management topics. So one more question, how has current affairs been followed for GS3? Now this is one where a lot of people get stuck. Actually the problem is എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ
ഒരുപാട് ആർട്ടിക്കിൾസ് എന്താണ് ഇതിനെ പറ്റിയിട്ട് ഇതിനാണ്. What fundamental mistake is, it's not about reading that. It's about understanding where am I going to use it. Okay. Now, in today's class, we were discussing, in our current affairs classes, we were discussing one point. Sleepless nights. Okay. But sleepless nights India കൂടുക എന്ന് പറഞ്ഞു. Okay. Why? Because night temperatures കൂടി. Why? Urban heat island effect. Okay. Due to climate change. അപ്പോൾ it's not about reading this news. The beauty is when you understand climate change in the impact വന്നൊരു ആൻസറിൽ ഞാൻ എന്ത് കോട്ട് ചെയ്യും? ഇത് കോട്ട് ചെയ്യാൻ പറ്റും. That will be a very beautiful point. എല്ലാവരും ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് എന്തെഴുതും? ഐസ് മെൽറ്റ് ആവും, ലോകം മുങ്ങിപ്പോവും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെഴുതാണ്? എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഞാൻ എഴുതുകയാണ്. എന്താണ്? എന്നെന്ന് പറയുമ്പോൾ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? ചൂട് കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഉറങ്ങാൻ പറ്റുന്നില്ല. That's the level in which grounded you have to go and understand. അപ്പോൾ ആർട്ടിക്കിൾ വായിക്കുന്നതല്ല, ആർട്ടിക്കിൾ എവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ന്യൂസ് പേപ്പർ ഫോളോയിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, so that's incompromisable, obviously. Okay, but it's not about the number of articles you're reading. That's very for sure. It's about the qualitative articles you read and where would you apply it on the paper. Okay, അതിന് നമ്മൾ വായിക്കുമ്പോൾ തന്നെ yes, ഞാൻ ഇതിവിടെ അപ്ലൈ ചെയ്യും. ആൻഡ് ദിസ് ഇസ് എ പ്രോസസ് വെരിൻ ഫസ്റ്റ് യു വിൽ കംപ്ലീറ്റ് ദി സ്റ്റാറ്റിക് ലെവൽ. PYQs എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് സത്യത്തിൽ ഈ പ്രോസസ്സ് കുറച്ചുകൂടെ എന്താവാ മീനിങ് ഫുൾ. ഐ എം നോട്ട് ടെല്ലിംഗ് ദാറ്റ് യു ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ്, ബട്ട് ദ പ്രോസസ് വുഡ് ബി മോർ മീനിങ് ഫുൾ വെൻ യു ഡു ദിസ്. ഓക്കെ, നൗ അങ്ങനെ മാത്രമല്ല വെൻ യു അപ്പം നമ്മൾ ഇന്ന് ക്ലാസ് അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ചൂട് എഫക്ട് ചെയ്യും. അപ്പൊ അടുത്ത ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ആരെ ബാധിക്കുന്നുള്ളതാ? അർബൻ ഏരിയസിൽ ഈ ചൂടിനെ ബാധിക്കുന്ന ആരായിരിക്കും? റിച്ച് ആയ ആൾക്കാരെ ബാധിക്കൂല. അവർക്ക് എന്തുണ്ട്? AC ഉണ്ട്. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് എ കോൺസെപ്റ്റ് കോൾഡ് ആസ് തെർമൽ ഇൻജസ്റ്റിസ്. അപ്പൊ നേരെ നമ്മൾ അതിനെ എങ്ങോട്ട് കണക്ട് ചെയ്തു? സൊസൈറ്റിയിലേക്ക് കണക്ട് ചെയ്തു, ഇൻഇക്വാലിറ്റിനെ കണക്ട് ചെയ്തു. മനസ്സിലായി? അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഇൻഇക്വാലിറ്റിനെ പറ്റി ജോലിയില്ല മറ്റില്ല എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയും തെർമൽ ഇൻജസ്റ്റിസ്. കിട്ടില്ലേ? സോ ദ പോയിന്റ് ഇസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് റീഡിങ് എ ലോട്ട് ഓഫ് തിങ്സ്. Reading it, connecting to the syllabus and setting in your mind that I will place this thing here. Okay. I think that is what required for GS3 newspaper. So let's wind up. Thank you, ma'am. It was very great. Okay, thank you, sir. Gallant IAS, chasing your passion to ace.